ശ്രീ ഡോക്ടർ താജ് ആലുവ, നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി, ഏകദേശം 1.5 വർഷമായി ഫലസ്തീനെ നിരന്തരം ആക്രമിക്കുകയാണ് ഇസ്രായേല്. ലക്ഷക്കണക്കിന് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു, ഗുരുതരമായി പരിക്കേറ്റു. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിട്ടില്ല ഇസ്രായേൽ സൈന്യം. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹമാസിൻ്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പുറത്തു വരുന്നത്. രാജ്യാന്തര മാധ്യമങ്ങളായ അൽ ജസീറ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹമാസിൻ്റെ, അതായത് ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് സംഘടനയായ ഹമാസിൻ്റെ നിരായുധീകരണം നടക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അതായത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സീസ് ഫയർ അഗ്രിമെന്റ്, വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിലാണ് ഹമാസിന്റെ നിരായുധീകരണം ചർച്ചയ്ക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പം അതിൽ നടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് ട്രംപ് വിളിക്കുന്ന ഒരു സംഗതി. ശരിക്കും അതായിരുന്നില്ല അതിന്റെ തുടക്കത്തിൽ. ട്രംപിന്റെ ഒരു 20 ദിന പ്ലാൻ, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ തുടക്കത്തിൽ അതായിരുന്നില്ല. തുടക്കത്തിൽ ഒരു ടെക്നോക്രാറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണസമിതി, ഒരു അഡ്മിനിസ്ട്രേഷൻ കൗൺസിൽ, അതാണ് ഗസയ്ക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഒരാളെ ചൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഇപ്പൊ ചർച്ചയാവുന്നത് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് ആണ്. പക്ഷെ ഈ ബോർഡ് ഓഫ് പീസിന്റെ പ്രശ്നം, അത് അമേരിക്കയുടെ ഐക്യരാഷ്ട്ര സഭയ്ക്ക് ബദലായിക്കൊണ്ട് മറ്റൊരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രംപിന്റെ ഒരു നിലപാടായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് വളരെ വളരെ രസകരമായിട്ടുള്ള, എന്നാൽ അത് അത്രത്തോളം തന്നെ കൗതുകരമായിട്ടുള്ള ഒരു പീസ് ഈ അടുത്ത് ഇന്നലെ വാഷിങ്ടൺ പോസ്റ്റിലെ ഒരു വളരെ പ്രമുഖ അമേരിക്കൻ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, അദ്ദേഹം എഴുതിയത് എന്താന്ന് വെച്ചാല്, ഇതൊരു നെയിം സേക്ക് സംഗതിയാണ് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നോക്കൂ, യൂറോപ്പിലെ മെയിൻ ശക്തികളായിട്ടുള്ള യുകെയോ ജർമ്മനിയോ ഫ്രാൻസോ ഒന്നും തന്നെ ഈ ബോർഡ് ഓഫ് പീസിൽ വന്നിട്ടില്ല. കാനഡ പോലും നിരസിച്ചു. കാനഡ വളരെ അതിശക്തമായിട്ടുള്ള ഈ വിഷയത്തിൽ ട്രംപിന് അതിശക്തമായി എതിരാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അവരെല്ലാം ഇസ്രായേലിനെ പിന്തുണക്കുന്നു, ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ട്രംപിന്റെ ഈ നിലപാടുകളോട് മൊത്തത്തിൽ യൂറോപ്പ് ഇപ്പോൾ ഒരു അവഗണനയോ അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ഉദാസീന മനോഭാവമോ ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ചർച്ച ഉണ്ടായിരുന്നത് ടോണി ബ്ലെയർ ആയിരിക്കും പിന്നെ ഗസയിൽ സമാധാന ശ്രമങ്ങൾക്ക്, അല്ലെങ്കിൽ ഗസ ഭരിക്കുന്നത് ടോണി ബ്ലെയർ ആയിരിക്കും എന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ടോണി ബ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വെറുക്കപ്പെട്ട, പ്രത്യേകിച്ച് ഇറാഖിലെ പ്രശ്നത്തിന് ശേഷം അത്രയും വെറുക്കപ്പെട്ട ഒരു നേതാവായതുകൊണ്ട് ടോണി ബ്ലെയറിനെ ആരും അംഗീകരിച്ചില്ല. എന്ന് മാത്രമല്ല ആ പദ്ധതി തന്നെ ട്രംപ് ഉപേക്ഷിച്ചു. ഇപ്പോ ഈ ബോർഡ് ഓഫ് പീസ് തന്റെ നേതൃത്വത്തിലായിരിക്കും, താനായിരിക്കും അതിന്റെ സിഇഒ അല്ലെങ്കിൽ ഗവർണർ എന്ന രൂപത്തിൽ ട്രംപ് പറയുകയും എല്ലാവരും തനിക്ക് റിപ്പോർട്ട് ചെയ്യണം, തനിക്കാണ് ഇനി ബോർഡ് ഓഫ് പീസ് എന്ത് തീരുമാനം എടുത്താലും അതിനെ വീറ്റോ ചെയ്യാനുള്ള അധികാരം തനിക്കുണ്ടാകും എന്ന രൂപത്തിലാണ് ഈ സംഗതി ട്രംപ് സമർപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ വാഷിങ്ടൺ പോസ്റ്റിലെ കോളമിസ്റ്റ് പറയുന്നത് നടക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. ഇതൊക്കെ ആളുകൾ എത്രയും പെട്ടെന്ന് വേഗം മറന്നുപോകും. കാരണം ഈ വിഷയത്തിലൊക്കെ മറവി ഏറ്റവും കൂടുതലാണ് ലോകത്തിലെ ആളുകൾക്ക്. നമുക്കറിയാം ഇപ്പോ ഹമാസിന്റെ നിരായുധീകരണം, അതൊരു പക്ഷെ അതിന് ഇവർ താല്പര്യം കാണിക്കും. കാരണം എന്താ വെച്ചാൽ ഹമാസ് ഇനി ഒരു നിലക്കും ഇസ്രായേലിന് ഒരു ഭീഷണി ആകരുത് എന്നുള്ള നിലക്കുള്ള ഒരു പദ്ധതിയുമായിട്ട് ഈ പദ്ധതിയിലെ അല്ലെങ്കിൽ ഈ സീസ് ഫയറിലെ 2ാം ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് അവർ നടപ്പിലാക്കണം. പക്ഷേ ആ അജണ്ട നടപ്പിലാക്കണമെങ്കിൽ ഹമാസ് ഇപ്പോൾ ഇന്നലെ ഇസ്രായേലിന്റെ അവസാനത്തെ ബന്ദിയുടെ മൃതദേഹം വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോ ഹമാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇനി വേണ്ടത് റഫ ബോർഡർ തുറക്കണം, ആ റഫ ബോർഡറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചരക്ക് നീക്കങ്ങൾ പൂർണ്ണമായി നടക്കണം. പക്ഷെ റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ സമ്മതിക്കൂ? കാരണം നമുക്കറിയാം മാസങ്ങളായി റഫ അതിർത്തി അടഞ്ഞു കിടക്കുകയാണ്. ഇസ്രായേലിലേക്കുള്ള ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും കുടിവെള്ളവും പോലും റഫ അതിർത്തി വഴി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ സമ്മതിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് റഫ അതിർത്തി തുറന്നാൽ മാത്രമേ, തുറന്ന് ഭക്ഷണ സാധനങ്ങളും എല്ലാം പഴയതുപോലെ പൂർണ്ണമായിട്ടും ഗസയിലേക്ക് കടത്തിവിട്ടാൽ മാത്രമേ ഹമാസ് ഏതെങ്കിലും അർത്ഥത്തിലുള്ള നിരായുധീകരണ ചർച്ച നടക്കണമെങ്കിൽ ഈ 2ാം ഘട്ടത്തിൽ അതുകൂടി സാധ്യമാകണം. പക്ഷേ ഇസ്രായേൽ അത് സമ്മതിക്കില്ല. സ്വാഭാവികമായും ഇത്
പ്രശ്നത്തിലേക്ക് പോകും. ഇത് നമുക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു കരാറും അവർ പാലിക്കില്ല. കരാറുകൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാലിക്കാനുള്ളതല്ല. കരാറുകളൊക്കെ അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള മറ മാത്രമാണ്. നോക്കൂ, ഓസ്ലോ കരാർ 1993 നോർവേയുടെ പട്ടണമായിട്ടുള്ള, നോർവേയുടെ തലസ്ഥാനമായിട്ടുള്ള ഓസ്ലോയിൽ വെച്ച് യാസിർ അറഫാത്തും ഇസാഖ് റബീനും, അന്നത്തെ പലസ്തീൻ PLOയുടെ പ്രസിഡന്റ് യാസിർ അറഫാത്തും ഇസ്രായേലി പ്രധാനമന്ത്രി ഇസാഖ് റബീനും തമ്മിൽ ചെയ്ത കരാർ അനുസരിച്ച് കേവലം 15 വർഷം കൊണ്ട് ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകേണ്ടതാണ്. PLO സമ്പൂർണമായി കീഴടങ്ങി. അവർ നിരായുധീകരണം പൂർണ്ണമായി നടപ്പിലാക്കി. അവരുടെ ആയുധങ്ങളൊക്കെ വെച്ച് കീഴടങ്ങി. പക്ഷേ പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങിയിട്ടും PLO ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സ്ഥാപിതമായില്ല. എന്ന് മാത്രമല്ല, ആ കരാറിന്റെ ഭാഗമായി പലസ്തീനികൾക്ക് അനുവദിച്ചു കൊടുത്ത 2 മുനിസിപ്പാലിറ്റികളാണ് വെസ്റ്റ് ബാങ്കും ഗസയും. ആ രണ്ടും ഇപ്പോ പൂർണ്ണമായിട്ടും ഇസ്രായേൽ തിരിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം, ഈ നിരായുധീകരണം ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു നിലക്കും ഫലസ്തീനി പ്രതിരോധം ഉയർന്നു വരരുത് എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം നടക്കാൻ പോകാത്ത കാര്യമാണ്. കാരണം എപ്പോഴൊക്കെ അധിനിവേശം തുടരുന്നുവോ, ഇസ്രായേലിന്റെ അധിനിവേശം എപ്പോഴൊക്കെ ഫലസ്തീനിൽ ഉണ്ടാകുന്നുവോ, അപ്പോഴൊക്കെ പ്രതിരോധം ഉണ്ടാകും. അത് ഹമാസ് എന്ന പേരിലാവട്ടെ, മറ്റേതെങ്കിലും സംഘം എന്ന പേരിലാകട്ടെ, സായുധ പ്രതിരോധം ഉണ്ടാകും. അതല്ലാത്ത സിവിലിയൻ പൗരന്മാരുടെ പ്രതിരോധവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഇസ്രായേലിന്റെ വ്യാമോഹം മാത്രമാണ്. അമേരിക്കക്കും അതൊരു വ്യാമോഹം മാത്രമാണ്. ആ ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നടക്കണമെങ്കിൽ സമ്പൂർണമായിട്ട് ഇസ്രായേലിന്റെ അധിനിവേശം, പലസ്തീനിലെ അധിനിവിഷ്ട പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞു പോവുകയും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാവുകയും ചെയ്യണം. പക്ഷെ അതിന് ഈ പറഞ്ഞ ട്രംപിനോ അതുപോലെ നെതന്യാഹുവിനോ ധൈര്യമില്ല. അങ്ങനെ ഒരു ഫലസ്തീൻ രാജ്യം കൊടുക്കുമെന്ന് അവർ പറയുന്നുമില്ല. അത് നടപ്പാക്കാനുള്ള ഒരു ശ്രമവും കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ഫലസ്തീനുകളുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് പ്രതിരോധം മാത്രമാണ്. ആ പ്രതിരോധം അവർ തുടർന്നുകൊണ്ടിരിക്കും. അതിന് ഹമാസ് എന്ന പേര് വേണം എന്ന് നിർബന്ധമില്ല. നിരായുധീകരണം എന്ന് പറഞ്ഞ് കുറച്ച് ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകാൻ ഒരു പക്ഷേ ഈ ബോർഡ് ഓഫ് പീസിന് സാധിച്ചേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അതൊക്കെ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഒന്നും ഗ്രൗണ്ടിൽ ഒന്നും യാഥാർത്ഥ്യമായിട്ട് നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ താൽക്കാലികമായി കുറച്ച് ആയുധങ്ങളൊക്കെ പിടിച്ചെടുത്തത് കൊണ്ട് മാത്രം ഫലസ്തീൻ പ്രതിരോധത്തെ അവസാനിപ്പിക്കാമെന്നും അതോടൊപ്പം ഫലസ്തീനികളുടെ സ്വന്തം രാഷ്ട്രമെന്ന സ്വപ്നത്തെ കെടുത്തിക്കളയാമെന്നും ഒക്കെ ഇസ്രായേൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. കാരണം അവർ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് അത്. അപ്പോ അത് എന്ന് മാത്രമല്ല, ലോകത്ത് ഇപ്പൊ ഫലസ്തീനിന് പിന്തുണ ഏറി വരുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന ആശയത്തിന് ധാരാളമായി പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ രാജ്യങ്ങൾ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. പൊതുജനങ്ങൾ, അതായത് പൗര സംഘടനകൾ, അമേരിക്കയിലൊക്കെയുള്ള യുവജനത, അവരുടെ ഭൂരിപക്ഷവും ഇപ്പോൾ ഫലസ്തീനൊപ്പമാണ്. അപ്പോൾ ഈ അഭിപ്രായ സർവേകളും അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഇസ്രായേലിന് ഒരിക്കലും ഫലസ്തീൻ എന്ന് പറയുന്ന ആശയത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അവർ താൽക്കാലികമായി ചില നേട്ടങ്ങൾ, ഇത്തരം നടപ്പാക്കാൻ സാധിക്കാത്ത കരാറുകൾ പ്രഖ്യാപിക്കുന്നതിലൂടെയും വലിയ വലിയ റിവിയേറ സ്ഥാപിക്കാം, ഗസയിൽ വലിയ റിവിയേറ സ്ഥാപിക്കാം എന്നൊക്കെ മനോഹരമായ സ്വപ്നം കാണാനൊക്കെ അമേരിക്കൻ നേതാക്കൾക്കും ഇസ്രായേലി നേതാക്കൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അന്തിമമായിട്ട് ഫലസ്തീനികളുടെ സ്വന്തം ഭൂമി എന്നുള്ള അവരുടെ കൺസെപ്റ്റ്, ആ സ്വന്തം രാഷ്ട്രം എന്നുള്ള അവരുടെ സ്വപ്നം, അത് പൂവണിയുക തന്നെ ചെയ്യും. അതിന് ചിലപ്പോൾ ഒരു 20-30 വർഷമൊക്കെ വേണ്ടി വന്നേക്കാം. പക്ഷെ അത് നടപ്പാകാൻ പോകുന്നത് തന്നെയാണ്. ഇപ്പോ നിരായുധീകരണം എന്നോ അല്ലെങ്കിൽ ഫലസ്തീൻ ഇപ്പൊ നോക്കി, ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നതിൽ ഫലസ്തീനികളുടെ ഒരു താല്പര്യത്തിനും യാതൊരു പ്രാതിനിധ്യവും ഇല്ല. അവരിൽപ്പെട്ട പ്രമുഖരോ, ഹമാസ് വേണ്ട, അതല്ലാത്ത PLO, ഫലസ്തീൻ അതോറിറ്റി, PA, അവരുടെയൊന്നും ഒരു പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു സംഗതിയാണ് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഗസയെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ പരിധിയിൽ കൊണ്ടുവരിക. ഇസ്രായേലി സൈനികർ ഈ 2ാം ഘട്ടത്തിൽ പിന്മാറണം ഗസയിൽ നിന്ന്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു വർത്താനം ആരും പറയുന്നില്ല. ഗസയിലേക്ക് സഹായം എത്തിക്കുന്നതിനെ കുറിച്ചുള്ള വർത്താനം പറയുന്നില്ല. അതേസമയം വെടിനിർത്തൽ കരാർ നിരന്തരം ഇസ്രായേൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും 3 പത്രപ്രവർത്തകരെ
കൊന്നു. ഈവൻ അമേരിക്കയുടെ CBS ചാനലിന്റെ ഒരു കോൺട്രിബ്യൂട്ടറെ അയാളെ അടക്കം വധിച്ചു കളഞ്ഞു ഇസ്രായേൽ. പക്ഷെ ആർക്കും അതൊന്നും പ്രശ്നമാകുന്നില്ല. അത് പ്രശ്നമാകുന്ന ഒരു വിഭാഗം ലോകത്ത് ഇപ്പോൾ ധാരാളമുണ്ട്. അവർ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ പലസ്തീൻ കോസിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനികളുടെ രാഷ്ട്രമോഹത്തെ തല്ലിക്കെടുത്താൻ അവർക്ക് ഒരിക്കലും സാധ്യമല്ല. ഇപ്പൊ കാണുന്നതൊക്കെ ഒരു പുകമറ മാത്രമാണ്. അത് കുറച്ചു കഴിഞ്ഞാൽ ആളുകളുടെ വിസ്മൃതിക്കുള്ളിൽ ആവും. അതൊക്കെ ആളുകൾ മറന്നുപോകും. പക്ഷെ ഫലസ്തീൻ പ്രതിരോധം അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഫലസ്തീനികളുടെ ഭാവി എന്തായിരിക്കും? നമുക്കറിയാം ഇസ്രായേലിന്റെ ക്രൂരത സമാനതകളില്ലാത്തതാണ്. ഇപ്പൊ തന്നെ 10,000-ങ്ങൾ 1,00,000-ലധികം പേരെങ്കിലും മരിച്ചു കഴിഞ്ഞതായി കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നിരവധി ഇപ്പോഴും കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ഇപ്പോഴും കിട്ടുന്നില്ല. നരകയാതനയാണ് ഫലസ്തീനികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫലസ്തീനികളുടെ ഭാവി എന്തായിരിക്കും? അവർക്ക് ഭരണത്തിൽ ഒരു പങ്കാളിത്തം പരിഗണിക്കാനുള്ള സാധ്യതയൊക്കെ എത്രത്തോളമുണ്ട്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അവസ്ഥ നിലവിലുണ്ട്. അതിക്രൂരമായ രൂപത്തിലാണ് ഇസ്രായേൽ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മറുവശം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബോർഡ് ഓഫ് പീസ് ട്രംപ് അനൗൺസ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടാകേണ്ട ആളാണ്. പക്ഷെ വരാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? അദ്ദേഹത്തിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. സ്വിറ്റ്സർലൻഡ് നെതന്യാഹുവിനെ അറിയിച്ചു, ഇവിടെ വന്നാൽ ഞങ്ങൾ ആ വാറണ്ട് നടപ്പാക്കും. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നെതന്യാഹുവിന് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ പോകാൻ സാധ്യമല്ല. അദ്ദേഹം ആകെ ഈ ഇന്റർനാഷണൽ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കാൻ ആകെ പോയത് അമേരിക്കയിൽ മാത്രമാണ്, ട്രംപിന്റെ അടുത്ത്. അതും അമേരിക്കയിലെ ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റില്ല. അവിടെ സൊഹ്റാൻ മംദാനി അയാളെ അറസ്റ്റ് ചെയ്യും. ഈ പല യൂറോപ്യൻ രാജ്യങ്ങളും, ഈവൻ ജർമ്മനി, കട്ടക്ക് കൂടെ നിന്നതാണ് ജർമ്മനി. പക്ഷെ ജർമ്മനി പോലും പറഞ്ഞു ജർമ്മനിയിലേക്ക് വരണ്ട, ഞങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് വരാം. അവരുടെ ചാൻസലർ ഇസ്രായേലിലേക്ക് പോയി. അപ്പോ എന്ന് മാത്രമല്ല, ഇസ്രായേലിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ ബഹിഷ്കരണം അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. പല കമ്പനികളെയും യൂറോപ്യൻ രാജ്യങ്ങളും പൗരസമൂഹങ്ങളും ഒക്കെ ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആക്ടിവിസ്റ്റുകളെയും അതുപോലെ തന്നെ അത്തരം മാധ്യമ പ്രവർത്തകരെയും ഒക്കെ ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ കോടതി കയറ്റുന്ന ഒരു അവസ്ഥ. അതായത് ഇസ്രായേൽ എങ്ങനെയാണോ ആന്റൈ സെമിറ്റിസം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത്, അതുപോലെ ഇപ്പോ ഈ ജനസൈഡ്, ഇസ്രായേലിന്റെ ഗസയിലെ വംശഹത്യയെ പിന്തുണക്കുന്ന സകലരെയും കോടതി കയറ്റാനുള്ള, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം വേറൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ചുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 20-30 വർഷം എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന്റെ കാതലായ മാറ്റങ്ങൾ കാണാനിരിക്കുന്ന വർഷങ്ങളാണ്, വരാനിരിക്കുന്ന വർഷങ്ങൾ. അത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയാണ്. ശരിയാണ്, അവർ ഇപ്പോൾ നരകയാതന അനുഭവിക്കുന്നു. അവർക്ക് വീടുകളില്ല, തിരിച്ചു പോകാൻ വീടില്ല, ഭക്ഷണമില്ല, മരുന്നുകളില്ല. അവർ നരകയാതന, കൂട്ടവംശഹത്യക്ക് അവർ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ ഒരു ഘട്ടത്തിൽ ജൂതന്മാര് ഹിറ്റ്ലറുടെ കൈകളാൽ ഏറ്റതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പിടഞ്ഞു മരിച്ച ജൂതന്മാരെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ ഫലസ്തീനികൾ ഇപ്പോ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ വംശഹത്യക്ക് ശേഷം ഒരു പ്രഭാതം, പുതിയ പ്രഭാതം ഫലസ്തീനികളെ കാത്തിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോ നടക്കുന്ന ലോക സംഭവ വികാസങ്ങളെ ഒരേ കണ്ണിലൂടെ മാത്രം നമ്മൾ, ഏതെങ്കിലും കുറെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ കണ്ണിലൂടെ, അല്ലെങ്കിൽ വളരെ സങ്കുചിതമായിട്ടുള്ള ആ ഒരു സയനിസത്തിനോട് ഒട്ടി നിൽക്കുന്ന ആളുകളുടെ കണ്ണിലൂടെ മാത്രം കണ്ടാൽ നമുക്ക് ആ വശം കാണാൻ സാധിക്കില്ല. മറിച്ച് നിഷ്പക്ഷമായി, വസ്തുനിഷ്ഠമായി ഈ വിഷയത്തെ സമീപിക്കാൻ സാധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, തീർച്ചയായിട്ടും ഫലസ്തീന് അനുകൂലമായ ഒരു ജനാഭിപ്രായം ലോകത്തുടനീളം ഉയർന്നു വരുന്നു. അത് ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.